നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിൻ്റെ പൈസ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പൈസ അടക്കാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ കേരള KWA ക്വിക്ക് പേ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. വാട്ടർ ബിൽ പേയ്മെൻറ്റ് ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കായിരിക്കും പോവുക. ഇവിടെയാണ് നമ്മൾ പൈസ അടക്കേണ്ടത്. ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട് കൺസ്യൂമർ ID കാണാം, കൺസ്യൂമർ നമ്പർ കാണാം. അവിടെ നമ്മൾ കൺസ്യൂമർ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടാവും, അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ വാട്ടർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ കൊടുക്കാം. കൺസ്യൂമർ ID അടിച്ചില്ലെങ്കിൽ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ അടിച്ചു കൊടുത്താൽ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ല് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ബില്ല് അവിടെ കാണാം. ഞാനത് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാഴ്ചയാണ്. ബില്ല് അവിടെ കാണാം. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ Gmail ID കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബില്ലൊക്കെ ഗൂഗിൾ മെയിലിലേക്ക് വരുന്നതായിരിക്കും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണേൽ അതവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. തുടർന്ന് അതിന് വലുതായിട്ട് സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണാം. SBI നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ബിൽ പേയ്മെൻറ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ എമൗണ്ട് അവിടെ കാണിക്കുന്നതായിരിക്കും. ഞാൻ SBI വഴിയാണ് ഇപ്പോൾ അയക്കുന്നത്. തുടർന്ന് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുക. മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലൂടെ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാർഡ് നമ്പറും ATM കാർഡിൻ്റെ പിറകു വശത്തുള്ള എക്സ്പയറി ഡേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ UPI വഴിയോ നിങ്ങൾക്ക് പണം അടക്കാവുന്നതായിരിക്കും. അതിൻ്റെ ഓപ്ഷൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തുടർന്ന് നിങ്ങളുടെ ബാങ്ക് നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം ഏത് ബാങ്കാണ് ഓൾ ബാങ്ക്സ് പറഞ്ഞിട്ട് അടിയിൽ കൊടുക്കും. നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് നോക്കി സെർച്ച് ചെയ്തതിന് ശേഷം പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. ഞാനിവിടെ SBI ആണ് കൊടുക്കുന്നത്. SBI എടുത്തതിന് ശേഷം നിങ്ങൾ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ പിന്നെ നിങ്ങളുടെ കാർഡിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാർഡ് നമ്പറൊക്കെ അതൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങൾ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും പോവുക. നിങ്ങൾ ബാങ്ക് തുടർന്ന് നമുക്ക് ഓൺലൈൻ റെസീറ്റ് ബില്ല് നമുക്ക് ലഭിച്ചിരിക്കുന്നു, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാട്ടർ ബില്ല് വീട്ടിൽ നിന്ന് തന്നെ മൊബൈൽ ഫോൺ വഴി ഓൺലൈൻ പേയ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് അടക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.